രാജു പി നായർ, പാലക്കാട്ട് മാത്രമല്ല അതിന് പുറത്തേക്കും ഡീലുണ്ട് എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള കാരണം എന്താണ്? പേടി കൊണ്ടാണ് പറയുന്നത് എന്നുള്ളതാണ് സി പി എം പറയുന്നത്. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് ആ മണ്ഡലത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങൾ നിർത്തിയ MLA ഇപ്പോൾ നിങ്ങളുടെ ഭാഗമേ അല്ല, മറ്റൊരാളെ അവിടെ കൊണ്ട് നിർത്തുന്ന ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല, സ്വാഭാവികമായും നിങ്ങൾക്ക് പേടിയുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വരുന്നത് എന്നുള്ളതാണ് CPM ന്റെ വിശദീകരണം. മധു, എന്തായാലും ഈ CPM BJP-യുമായിട്ടുള്ള തർക്കവും അല്ലെങ്കിൽ കോൺഗ്രസും BJP-യുമായിട്ടുള്ള തർക്കവും ഒക്കെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിലും പലപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ട്. പലതും വസ്തുതാപരവുമാണ്. ഇപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും അതുപോലെ തന്നെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പും CPM കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് പരക്കെ പ്രചരിപ്പിച്ചിരുന്നു. അപ്പോൾ പേടികൊണ്ടായിരുന്നു, അതോ വസ്തുതയൊന്നുമില്ലാതെ വെറും പേടികൊണ്ടായിരുന്നോ CPM ഒരുപക്ഷെ ഇപ്പൊ അത് പറയുമ്പോൾ, ഞങ്ങൾ വസ്തുതാപരമായി പറയുമ്പോൾ ചിലപ്പോൾ CPM ഇപ്പൊ പേടികൊണ്ടാണെന്ന് പറയുന്നത് പണ്ട് പേടികൊണ്ട് പറഞ്ഞതുകൊണ്ടായിരിക്കണം. അതാണല്ലോ പിന്നെ ഈ പാർലമെന്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇത് തന്നെയായിരുന്നല്ലോ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സജീഷ് പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങുകയാണ്. നിയമമാണ് സജീഷ് ഇവിടെ പറഞ്ഞത്. നമുക്ക് പാലക്കാടാണല്ലോ വിഷയം. ഞാൻ പാലക്കാടിലേക്ക് വരാം. 2011 CPM പാലക്കാട് 2ാം സ്ഥാനത്തായിരുന്നു അല്ലെ. 40,000-ന് മുകളിൽ വോട്ടുകളായിട്ട് CPM 35.82% വോട്ട് മേടിച്ച് 2ാമതായിരുന്നു. BJP 19.86% വോട്ട് വെച്ച് 3ാമതായിരുന്നു. എത്രയാ കഴിഞ്ഞ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പും CPM-ന്റെ അവസ്ഥ? CPM 3ാം സ്ഥാനത്തല്ലേ, ഡിസ്റ്റന്റ് തേർഡിലായിരുന്നില്ലേ? എങ്ങനെയാ CPM? അപ്പൊ അങ്ങനെയാണെങ്കിൽ നേമത്ത് പറയുന്ന അതേ ലോജിക്ക് സജീഷ് ഉപയോഗിച്ചാണെങ്കിൽ പാലക്കാട് ഞങ്ങൾ പറയുന്നതിന് ഇപ്പൊ കുറച്ചുകൂടി ബലം സജീഷ് തരികയല്ലേ? എന്തുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് പോയെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ CPM-ന്റെ ചിഹ്നത്തിൽ ഞങ്ങളുടെ നിന്ന് പോയി രാത്രിക്ക് രാത്രി BJP-യിൽ പോയി, BJP-യിൽ നിന്ന് CPM-ലേക്ക് മണിക്കൂർ കൊണ്ട് ഓടിയെത്ത ഒരാള് ആയിക്കോട്ടെ, അപ്പോഴും അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ചിരുന്നവർ എന്തുകൊണ്ടാണ് ഒരു പ്രസക്തിയുമില്ലാത്ത ഒരാളെ ഇപ്പോ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യം വലിയ രീതിയിൽ നമുക്ക് ഉയർത്തേണ്ടതായിട്ട് വരും. ഞാൻ അതിന്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലം BJP-യെ സംബന്ധിച്ചോളം സംസ്ഥാനത്ത് 2 മുനിസിപ്പാലിറ്റി ഭരണമുള്ളതിൽ ഒരു മുനിസിപ്പാലിറ്റി തൃപ്പൂണിത്തുറയാണ്. വളരെ വേഫർ തിൻ മാർജിനാണ്. 21, 20, 12 ഞങ്ങൾ 4 സീറ്റ് വർദ്ധിപ്പിച്ചു, BJP 4 സീറ്റ് വർദ്ധിപ്പിച്ചു, CPM-ന് ഏകദേശം 7 or 8 സീറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ BJP ഭരണത്തിലേക്ക് വന്നു. അവിടെ ഏകദേശം 30,000 വോട്ട് BJP കൊണ്ട് തുറവൂർ വിശ്വംഭരൻ 2016 മത്സരിച്ചപ്പോ 30,000 വോട്ട് പിടിച്ചതാണ്. അവിടെ എന്തുകൊണ്ടാണ് ഒരു പ്രസക്തിയുമില്ലാത്ത 2020 ആ സീറ്റ് വിട്ടു നൽകിയത് എന്നുള്ളത് ചിന്തിക്കണം. നിങ്ങൾ ഇപ്പൊ സ്ക്രോൾ എഴുതി കാണിക്കുന്നത് തന്നെ BJP-യിൽ ആ 2020 കൊടുത്തതിൽ അതൃപ്തി സ്ക്രോൾ എഴുതി കാണിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോ അവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം അവിടെ മാത്രമല്ല കേട്ടോ, കൊടുങ്ങല്ലൂരും ഉണ്ട്. കൊടുങ്ങല്ലൂരും BJP വലിയ രീതിയിൽ സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു. അവിടെയും ഇത് 2020 കൊടുത്തിരിക്കുക. 2020 സ്ഥാനാർത്ഥികളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയാം. 2 സ്ഥാനാർത്ഥികളാണ് വോട്ടില്ലാത്തതിന്റെ പേര്. കോർപ്പറേഷനിലൊക്കെ അല്ലെങ്കിൽ പഞ്ചായത്തിലൊക്കെ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തതിന്റെ പേരിൽ 2 സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വരുന്നത് ആ കൂടി. അപ്പൊ 2020 എത്രമാത്രം രാഷ്ട്രീയമായ അവബോധമുള്ള ഒരു പ്രസ്ഥാനം എന്നറിയും. എന്തുകൊണ്ടാണ് ഈ 2 സീറ്റുകൾ, അത് മാത്രമല്ല മറ്റേ ഉണ്ട്, വേറെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെയെല്ലാം 2020 കൊടുത്തിരിക്കുന്നത് ഏത് 2020 ആണെന്ന് ആലോചിക്കണം. സാബു ജേക്കബ് പറഞ്ഞത് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ ഞാനാണ് പരിചരിച്ചത് എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പിണറായി വിജയൻ നടത്തുന്ന പല ആശയങ്ങളും, നടത്തുന്ന വികസനത്തിന്റെ ആശയങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണെന്ന് സാബു ജേക്കബ് പറഞ്ഞത് നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ പിണറായി വിജയനോട് ഇത്രമാത്രം കൂറുള്ള അടുത്ത 2020 എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 2020-യും CPM-ഉം തമ്മിൽ വലിയ രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ, നമ്മൾ മുന്നിൽ തന്നെ കാണാമെന്നല്ലേ. അതാണ് നിൽക്കട്ടെ. പക്ഷേ ശ്രീ രാജു പി നായർ നോക്കൂ, തെരഞ്ഞെടുപ്പ് ഇല്ല, ഇവിടെ വ്യവസായം ചെയ്യാൻ കൊള്ളില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും വലിയ രാഷ്ട്രീയ പ്രതിരോധം ഉണ്ടാവുകയും ഒക്കെ ചെയ്തല്ലേ, നമ്മൾ കണ്ടതല്ലേ. വലിയ വിവാദങ്ങളായി പോയ കാര്യമല്ലേ അതൊക്കെ. അല്ല, അതൊന്നും രാഷ്ട്രീയത്വമൊന്നും ആയിരുന്നില്ല. അതൊക്കെ വ്യവസായത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു.
അതിനേക്കാൾ വലിയ ഞാൻ ചോദിക്കുന്ന വ്യവസായത്തിനെ സംബന്ധിച്ച് അദ്ദേഹം നേരിട്ട പ്രശ്നം അദ്ദേഹത്തിന്റെ മേലിൽ തൊട്ടവ പറഞ്ഞതാണോ അതോ പിണറായി വിജയനെ പരിചരിച്ചത് ഞാനാണ് എന്ന് പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? ഇതുവരെ പിണറായി വിജയൻ പറഞ്ഞിട്ടില്ലല്ലോ. അയാൾ അസംബന്ധം പറയുകയാണ്. എന്നെ ഒന്നും അയാൾ പരിചരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സ്വന്തം അച്ഛനെ പോലെ പരിചരിച്ചു എന്ന് പറയുന്നതാണോ? ഇതിൽ ഏതാണ് ഒറിജിനൽ തർക്ക വിഷയമല്ലല്ലോ, അതവിടെ പോട്ടെ. പക്ഷെ നോക്കൂ, കഴിഞ്ഞ തവണ ഈ ഉപതെരഞ്ഞെടുപ്പിലാണ് എന്നിരുന്നാൽ പോലും മൂന്നാമത്തെ വിഷയം ഈ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ഏറ്റവും വലിയ പോരാട്ടം കോൺഗ്രസും BJP-യും തമ്മിലാണ് ഉണ്ടായത്. അപ്പുറത്ത് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു ഡിസ്റ്റന്റ് തേർഡ് എന്നൊരവസ്ഥ പിന്നീട് ഉണ്ടാകാതെ പോവുകയും ചെയ്തത്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 3000 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് ഏതാണ്ട് 44% വോട്ട് കോൺഗ്രസിന് നേടാനും കഴിഞ്ഞത്. 10-18,000 വോട്ടിന്റെ ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് 3000-ൽ നിന്നാണ്. അപ്പോഴും അവരുടെ BJP-യുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരൊറ്റ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയമായ ചോദ്യം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പുള്ളിടത്ത് ഒരു BJP LDF ഡീൽ ഉണ്ടാകുമെന്ന് പറയുന്നത് കുറച്ച് വിശ്വസനീയമായ കാര്യമാണോ? അല്ല, അവിടെ കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. പക്ഷെ CPM-ന് ഒരു ഗുണമുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും മറ്റുമെല്ലാം CPM-ന് ഒരു ലിവറേജ് കൊടുക്കും. ഇപ്പൊ സജീഷ് തൃശ്ശൂരിൽ BJP-യുടെ MP ഉണ്ടായതിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ 85,000 വോട്ട് കുറഞ്ഞു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ, ഞങ്ങൾ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ വലിയൊരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിക്കാത്ത ആലപ്പുഴയിൽ AM ആരിഫിന് 2019 4 ലക്ഷത്തി ചില്ലാനും വോട്ട് ലഭിച്ചു? അതെങ്ങനെയാണ് 1,05,000 വോട്ട് 2024 ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ AM ആരിഫിന് കുറഞ്ഞത്? എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രന് ഏകദേശം 1 ലക്ഷത്തിൽ പരം വോട്ട് കൂടിയത്? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അപ്പോ അവിടെ ഇത്തരത്തിലുള്ള ഒരു ആഖ്യാനം ഉണ്ടാക്കുന്നതിന് CPM വലിയൊരു സംവിധാനം ഉണ്ടാക്കുന്ന ശോഭാ സുരേന്ദ്രൻ പോയിടത്തെല്ലാം വോട്ട് കൂട്ടിയിട്ടുണ്ട്. 1 ലക്ഷം വോട്ടല്ല, അതിൽ കൂടുതൽ അവർ കൂട്ടിയിട്ടുണ്ട്. അതിനുള്ള സംഘടനാ ശേഷിയും രാഷ്ട്രീയ പരിചയവും അതിനുള്ള കാരിസ്മയും ഒക്കെയുള്ള ലീഡറാണ്. സംശയമുണ്ടോ? മാധു കറക്റ്റ് പോയിന്റിലേക്ക് വന്നു. ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോ AM ആരിഫിന് 1 ലക്ഷം വോട്ട് കുറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം വോട്ട് കൂടി. എന്തുകൊണ്ടാണ് പാലക്കാട് ചെല്ലുമ്പോൾ LDF ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് മാറുന്നത് എന്നുള്ളതിന്റെ ഉത്തരം മാധു പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ എങ്ങനെയാണ് വോട്ട് കൂടി കിട്ടുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ? ഇനിയിപ്പോ ഞാൻ ഒന്നും പറയണ്ട, ഈ ചർച്ചയിൽ ഞാൻ മിണ്ടാതിരിക്കാം. മാധു പറഞ്ഞതിൽ അതിന്റെ ഉത്തരവുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ആറ്റിങ്ങലിൽ വോട്ട് കൂട്ടിയതോ? 2014 90,000 വോട്ടാണ് ഉണ്ടായിരുന്നെങ്കിൽ 2019 വന്നപ്പോൾ ഏതാണ്ട് 2,48,000 വോട്ടുണ്ടായിരുന്നു. അതും കൂടി പറയൂ. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോഴേ 2014 90,000 വോട്ടാണ് ഉണ്ടായിരുന്നത്. 2019 വന്നപ്പോൾ 2,48,000 വോട്ടായി വന്നു. ഇനി അവിടെ CPM-ന് എത്ര വോട്ട് കുറഞ്ഞു മാധു പറ. CPM-ന് എത്ര വോട്ട് കുറഞ്ഞു മാധു പറ. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPM-ന്റെ സംഘടനാ കമ്മിറ്റി കൂടി, ജില്ലാ കമ്മിറ്റി കൂടിയിട്ട് ആറ്റിങ്ങൽ ഉൾപ്പെടെ അടിസ്ഥാനപരമായിട്ടുള്ള CPM-ന്റെ വോട്ട് BJP-യിലേക്ക് പോയത് പ്രവർത്തന റിപ്പോർട്ട് ഈ പാർട്ടിയുടെ ഉണ്ട്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധു വീണ്ടും വീണ്ടും അത് ഊട്ടി ഉറപ്പിക്കുകയാണ്. ആറ്റിങ്ങലും കണ്ണൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM-നൊപ്പം നിൽക്കുന്ന പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ട് BJP-യിലേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് 2024 തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ പ്രവർത്തന റിപ്പോർട്ടാണ്. മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്. ശോഭാ സുരേന്ദ്രന് പാലക്കാട് വരുമ്പോ പാർട്ടിക്ക് വലിയ വളക്കൂറുള്ള അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് പാലക്കാട് ജില്ലയിൽ CPM-ന് വലിയ പ്രാധാന്യമുള്ളെടുത്ത് പാർട്ടി ചിഹ്നം കൊടുക്കാതെ ഒരു അപ്രസക്തനായ ഒരാളെ ഒരു സ്വതന്ത്ര ചിഹ്നത്തിൽ കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളതൊരു ഉത്തരമാണിതെല്ലാം. ഇപ്പൊ KC വേണുഗോപാൽ പറഞ്ഞത് ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ഇതെല്ലാം. ശോഭാ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം CPM-ന് വോട്ട് കുറയുന്നു, ശോഭാ സുരേന്ദ്രന് കൂടുന്നു. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി നമുക്ക് വിപുലമായിട്ട് ഇപ്പൊ ചർച്ച ചെയ്യാം. Debate with Madhu Saji.